ജീവിതത്തിൽ വിട്ടുകളയുക എന്ന കല. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ എത്ര ശക്തമായിട്ടാണ് പിടിച്ചുവച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലെ സമാധാനവും നമ്മുടെ ആശ്വാസവും നമ്മുടെ പുഞ്ചിരിയും എല്ലാം പതിയെ പതിയെ കാർന്നു തിന്നുന്നു. നമുക്ക് തോന്നും അത് വിട്ടുകളഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കായി പോകുമെന്ന്, അപൂർണരായി പോകുമെന്ന്, അല്ലെങ്കിൽ തകർന്നു പോകുമെന്ന്. പക്ഷെ സത്യമെന്തെന്നാൽ നമ്മൾ എന്തിനെയാണോ ഇത്ര മുറുകെ പിടിച്ചിരിക്കുന്നത് അതാണ് നമ്മളെ ഉള്ളിൽ നിന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത്. വിട്ടുകളയുക എന്നത് ഒരു ദൗർബല്യമല്ല, വിട്ടുകളയുക എന്നത് ഒരു കലയാണ്. നിക് ട്രെൻഡൻ എഴുതിയ ആഴമേറിയതും അത്ഭുതകരവുമായ പുസ്തകം ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ നമ്മളെ പഠിപ്പിക്കുന്നതും ഇതാണ്. ഈ പുസ്തകം എല്ലാം മറന്നേക്കൂ, മുന്നോട്ടു പോകൂ എന്ന് 2 വരിയിൽ പറയുന്ന ഒരു സാധാരണ മോട്ടിവേഷണൽ പുസ്തകം പോലെയല്ല. സ്വയം തകർക്കാതെ, സ്വയം പതിയെ മനസ്സിലാക്കി, അംഗീകരിച്ച്, ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഓരോ കെട്ടുകളും എങ്ങനെ അഴിക്കാമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളും എപ്പോഴെങ്കിലും ആ വേദന അനുഭവിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗം, പാതി വഴിയിൽ മുറിഞ്ഞുപോയ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ചെയ്തുപോയ ഒരു തെറ്റിന്റെ ഭാരം ഇന്നും നെഞ്ചിൽ വിങ്ങലായി നിൽക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ഓരോ തവണയും പറയുന്ന ഉള്ളിലെ ആ ശബ്ദം. നമ്മൾ തകർന്നുപോയിട്ടും ലോകത്തിനു മുന്നിൽ ചിരിക്കുന്ന മുഖം കാണിക്കുന്നിടത്താണ് ഈ പുസ്തകം തുടങ്ങുന്നത്. പുറമെ നമ്മളെല്ലാം തികഞ്ഞവരായി കാണപ്പെടുന്നു, പക്ഷേ ഉള്ളിൽ എവിടെയോ ഒരു പഴയ മുറിവ് ഇപ്പോഴും ശ്വാസമെടുക്കുന്നുണ്ടാകും. നിക് ട്രെൻഡൻ നമ്മളോട് വളരെ നേരായൊരു കാര്യം പറയുന്നു. നമുക്ക് സത്യത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ ആദ്യം എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. കാരണം പഴയ ഓർമ്മകളുടെ ചങ്ങലയിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം പുതിയ അനുഭവങ്ങൾക്കായി നമ്മുടെ വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളോട് തന്നെ സംസാരിക്കാനുള്ള ഭാഷ ഈ പുസ്തകം നമുക്ക് നൽകുന്നു. ഭയമില്ലാതെ നമ്മുടെ പഴയ മുറിവുകളെ നോക്കാനുള്ള കാഴ്ചപ്പാട് ഇത് നൽകുന്നു. എല്ലാത്തിലുമുപരി ഇനി മതി, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ മോചിപ്പിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം ഇത് നമുക്ക് നൽകുന്നു. ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്നതൊരു പുസ്തകമല്ല, അതൊരു കണ്ണാടിയാണ്. മുഖംമൂടികളില്ലാതെ, ഭയമില്ലാതെ, ഭാരമില്ലാതെ നമ്മളെത്തന്നെ സത്യസന്ധമായി കാണാൻ കഴിയുന്ന ഒരു കണ്ണാടി. വരൂ, ഇന്ന് നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം. ഒന്നും നേടാനല്ല, മറിച്ച് വിട്ടുകളയാനുള്ള തുടക്കം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നിടത്തു നിന്നാണ് പലപ്പോഴും ഏറ്റവും ആഴത്തിലുള്ള മോചനം തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ആ കെട്ടുകളഴിക്കും. ഭൂതകാലത്തെ വിട്ടുകളയാൻ പഠിക്കൂ. ചിലപ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വളവിൽ നമ്മൾ സ്തംഭിച്ചു പോകും. എല്ലാം പിന്നിലായി കഴിഞ്ഞിട്ടും നമ്മൾ മാത്രം അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു വളവ്. മുന്നോട്ട് വഴിയുണ്ട്, പക്ഷേ നമ്മുടെ കാലുകൾ മരവിച്ചിരിക്കുന്നു. കൈകൾ തുറന്നാണ്, പക്ഷേ ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല. ഹൃദയം മിടിക്കുന്നുണ്ട്, പക്ഷേ ഓരോ മിടിപ്പും കഴിഞ്ഞുപോയ ഏതോ നിമിഷത്തിന്റെ വേദനയിൽ ഉടക്കി നിൽക്കുന്നു. തെറാപ്പി മുറിയിലിരുന്ന് എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല എന്ന് ഒരൊറ്റ വാചകം പറഞ്ഞ ആ യുവാവിന്റെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു. ആ ബന്ധം തകർന്നിട്ട് 3 വർഷം കഴിഞ്ഞിരുന്നു. ആ പെൺകുട്ടി മറ്റൊരിടത്ത് വിവാഹിതയായി സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. പക്ഷേ അവൻ ഇപ്പോഴും ആ പഴയ വളവിൽ തന്നെ, ആ അപൂർണമായ പ്രണയത്തോടൊപ്പം ആ തെറ്റിന്റെ കുറ്റബോധത്തിൽ അണഞ്ഞുപോയ ആ പ്രതീക്ഷയുടെ ചാരത്തിൽ നിൽക്കുകയായിരുന്നു. തെറാപ്പിസ്റ്റ് ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, നീ ആരെയാണോ പിടിച്ചുവച്ചിരിക്കുന്നത് അതിപ്പോൾ മറ്റൊരാളുടെ കഥയായി മാറിക്കഴിഞ്ഞു. ഇനി നിന്റെ സ്വന്തം കഥ തുടങ്ങാനുള്ള സമയമാണ്. ലേഖകൻ നിക് ട്രെൻഡൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു, നമ്മുടെ പഴയ നിഴലുകളോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. ഈ വരി വളരെ ലളിതമായി തോന്നാം, പക്ഷേ ഉള്ളിൽ നിന്ന് അനുഭവിച്ചാൽ ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാകും. കാരണം സത്യമെന്തെന്നാൽ നമ്മളിൽ പലരും കഴിഞ്ഞുപോയ ബന്ധങ്ങളെയും സംഭവങ്ങളെയും വിഷമങ്ങളെയും തെറ്റുകളെയും മറക്കാൻ കഴിയാതെ ജീവിക്കുന്നവരാണ്. നമ്മുടെ പ്രഭാതങ്ങൾ ആ പഴയ ഓർമ്മകളുടെ മഷിയിൽ മുങ്ങിയതാണ്. നമ്മുടെ രാത്രികൾ ആ പഴയ കാര്യങ്ങളുടെ നിഴലിലാണ് കടന്നുപോകുന്നത്. നമുക്ക് മുന്നോട്ട് നോക്കണമെന്നുണ്ട്, പക്ഷേ കഴുത്ത് എപ്പോഴും പിന്നിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നലകളെ വിട്ടുകളയാൻ കഴിയാത്തത്? കാരണം ഭൂതകാലവുമായി വെറും സംഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വവും കൂടിച്ചേർന്നിരിക്കുന്നു. നമ്മൾ പറയാറുണ്ട്, ഞാൻ വഞ്ചിക്കപ്പെട്ടവനാണ്, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ, തെറ്റ് ചെയ്തവനാണ് ഞാൻ. ആ സംഭവങ്ങളിലൂടെ നമ്മൾ നമ്മളെത്തന്നെ നിർവചിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ വിട്ടുകളയുക എന്നത് ബുദ്ധിമുട്ടല്ല, അസാധ്യമായി തോന്നും. കാരണം ആ വേദന ഇപ്പോൾ വെറും ഓർമ്മയല്ല, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നിക് ട്രെൻഡൻ വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു സൂത്രവാക്യം പറഞ്ഞു തരുന്നു. ഭൂതകാലം ഒരു തടവറയാണ്, അതിന്റെ താക്കോൽ ക്ഷമയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ക്ഷമ എന്നത് മറ്റുള്ളവരോട് മാത്രമല്ല, ആദ്യം സ്വന്തത്തോട് തന്നെ വേണം. പലപ്പോഴും നമ്മൾ മറ്റൊരാളുടെ തെറ്റിനല്ല, മറിച്ച് സ്വന്തം നിസ്സഹായാവസ്ഥയോടോ നിഷ്കളങ്കതയോടോ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങളോടോ ആണ് ദേഷ്യപ്പെടുന്നത്. നമ്മൾ പറയും, കാശ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, എനിക്കത് നേരത്തെ മനസ്സിലാക്കാമായിരുന്നു, ഞാൻ കുറച്ചുകൂടി കരുത്തനാകണമായിരുന്നു. പക്ഷേ നിക് ട്രെൻഡൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിട്ടുകളയുക എന്നാൽ മറക്കുക എന്നല്ല, അതിനർത്ഥം അംഗീകരിക്കുക എന്നാണ്. നടന്നത് നടക്കേണ്ടതായിരുന്നു എന്ന് അംഗീകരിക്കുക. നമ്മൾ മനുഷ്യരാണെന്നും മനുഷ്യർക്ക് തെറ്റുകൾ പറ്റുമെന്നും അംഗീകരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്നും അങ്ങനെയാകേണ്ടതില്ലെന്നും അംഗീകരിക്കുക. വിട്ടുകളയുക എന്നത് ഒരു സംഭവമല്ല, അതൊരു പ്രക്രിയയാണ്. ഓരോ രാവിലെയും എഴുന്നേൽക്കുമ്പോൾ സ്വയം പറയുന്ന പ്രക്രിയ, വെളിച്ചമില്ലാത്ത ആ വാതിൽ തുറക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു.
ഇവിടെ ഒരു ചോദ്യമുയരുന്നു: വിട്ടുകളയുക എന്നത് എളുപ്പമാണോ? അല്ല, തീർച്ചയായുമല്ല. ചിലപ്പോൾ ആ ഓർമ്മകൾ എത്ര സുന്ദരമായിരിക്കും, എന്നാൽ ഹൃദയം അത് വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ ആ വേദന എത്ര ആഴത്തിൽ പതിഞ്ഞതാകുമെന്നാൽ അതില്ലാതെ ശൂന്യത അനുഭവപ്പെടും. എങ്കിലും ഏതൊരു മുറിവുണങ്ങലിന്റെയും തുടക്കം വിട്ടുകളയലിൽ നിന്നാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഉണങ്ങാത്ത ആ പഴയ മുറിവിനെ നമ്മൾ തഴുകിക്കൊണ്ടേയിരിക്കും. വിട്ടുകളയുക എന്നത് സ്വയം സ്നേഹിക്കലാണ്. ഇനി ഞാൻ എന്നെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഓരോ തവണയും കരയിപ്പിക്കുന്ന ആ സിനിമ എന്റെ ഉള്ളിൽ ഓടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇനി ഭാഗമല്ലാത്ത ആ കഥ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയലാണത്. ഇവിടെ ഉപേക്ഷിക്കുക എന്നാൽ മറക്കുക എന്നോ ബന്ധം വേർപെടുത്തുക എന്നോ മാത്രമല്ല, ഉള്ളിൽ നിന്ന് സ്വതന്ത്രമാവുക എന്നാണ് അർത്ഥം. അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും ആഴമേറിയ കാര്യം. നിക് ട്രെന്റൺ നമുക്കൊരു മാജിക്കും തരുന്നില്ല, ഒരു ഫോർമുലയും പറയുന്നില്ല. അദ്ദേഹം നമ്മുടെ ഉള്ളിലെ ആ ഇടം കാണിച്ചു തരുന്നു. അവിടെ ഇരുന്ന് നമുക്ക് പറയാം: ഇനി മതി, ഇപ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും ഏതെങ്കിലും കഴിഞ്ഞുപോയ ബന്ധത്തിലോ അപൂർണമായ സ്വപ്നത്തിലോ കുറ്റബോധത്തിലോ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ വെറുതെ കേൾക്കുക മാത്രം ചെയ്യരുത്, അതനുഭവിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക: എനിക്കിപ്പോൾ സ്വതന്ത്രനാകണോ? കാരണം കഴിഞ്ഞുപോയത് ഇനി നിങ്ങളുടെ കഥയല്ല. നിങ്ങൾക്ക് പുതിയ താളുകൾ എഴുതാം. പേന തിരികെ എടുത്ത് ഇതുവരെ അപൂർണമായിരുന്നത് എഴുതി തുടങ്ങിയാൽ മാത്രം മതി. അമിത ചിന്തയും വികാരങ്ങളുടെ ചക്രവും. ഒരു രാത്രിയായിരുന്നു അത്. ഏകദേശം 3 മണി. പുറത്ത് നല്ല ശാന്തത, പക്ഷെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ്. കിടക്കയിൽ കണ്ണടച്ചു കിടക്കുന്നു, പക്ഷെ മനസ്സ് ഒരു ഹൈവേയിലൂടെ പായുന്ന റേസ് കാർ പോലെ ഓടുകയാണ്. വേഗത്തിൽ, നിയന്ത്രണമില്ലാതെ, മടുപ്പിക്കുന്ന ഓട്ടം. അവൻ എന്തിനാണങ്ങനെ പറഞ്ഞത്? ആ സമയത്ത് ഞാൻ അങ്ങനെ മറുപടി നൽകിയിരുന്നെങ്കിൽ, ഞാൻ ആ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് ജീവിതം മറ്റൊന്നായേനെ. എന്നിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഓരോ നിമിഷവും ഓരോ ചോദ്യങ്ങളും പഴയ റെക്കോർഡ് പോലെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ശരീരം തളർന്നു, മനസ്സ് മടുത്തു, പക്ഷേ ഈ ചിന്തകൾക്ക് മാത്രം ക്ഷീണമില്ല. ഇതാണ് അമിതചിന്ത. നമ്മുടെ ഉള്ളിൽ നിർത്താതെ, വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന, കണ്ണിന് കാണാത്ത ഒരു ചക്രം. അത് നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കില്ല, സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല, ഏറ്റവും പ്രധാനമായി ഇന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല. ലേഖകൻ നിക് ട്രെന്റൺ ഈ പുസ്തകത്തിൽ വളരെ ആഴമേറിയ ഒരു കാര്യം പറയുന്നു: നമ്മുടെ ചിന്തകൾ എപ്പോഴും സത്യമായിരിക്കില്ല. അവ അനുഭവങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കൂ. നിങ്ങൾ ഒഴിഞ്ഞ മുറിയിൽ നിന്ന് ഞാൻ മോശമാണ് എന്ന് ഉറക്കെ പറഞ്ഞാൽ ചുവരുകളിൽ നിന്ന് ഞാൻ മോശമാണ് എന്ന ശബ്ദം തന്നെ തിരികെ വരും. പക്ഷെ അത് സത്യമാണോ? അല്ല, അത് വെറും പ്രതിധ്വനിയും മുഴക്കവുമാണ്. നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചു, അത് വീണ്ടും വീണ്ടും തിരികെ വന്നു. നമ്മുടെ ചിന്തകളും അങ്ങനെയാണ്. നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു വൈകാരിക മുദ്ര പതിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ മനസ്സ് ആ പഴയ കാര്യങ്ങളെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇനിയും അങ്ങനെ സംഭവിക്കുമോ? ഞാൻ ഇനിയും പരാജയപ്പെടുമോ? ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി പോകുമോ? ഈ ചിന്തകൾ വീണ്ടും വീണ്ടും വന്ന് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ, നമ്മുടെ വർത്തമാന നിമിഷത്തെ കവർന്നെടുക്കുന്നു. ഇനി ചിന്തിക്കൂ, എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു തെറ്റിൽ, ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ വാക്കിൽ ഉടക്കി നിൽക്കുന്നത്? കാരണം നമ്മുടെ തലച്ചോറിന് ഉറപ്പുവേണം, സുരക്ഷിതത്വം വേണം, എല്ലാത്തിലുമുപരി നിയന്ത്രണം വേണം. ഒരു കാര്യം വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ അത് ശരിയാക്കാമെന്നോ ഭാവിയിൽ ആവർത്തിക്കാതെ തടയാമെന്നോ തലച്ചോറ് കരുതുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ജീവിതം ഒരിക്കലും പൂർണ്ണമായി നമ്മുടെ നിയന്ത്രണത്തിലല്ല. നിക് ട്രെന്റൺ പറയുന്നു: അമിതചിന്ത എന്നത് നിയന്ത്രണത്തിനായുള്ള ഒരു മിഥ്യാശ്രമമാണ്. കൂടുതൽ ചിന്തിച്ചാൽ വേദനയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന തെറ്റായ ധാരണയാണത്. സത്യത്തിൽ ആ ചിന്തയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കുന്നത്. അപ്പോൾ എന്താണ് വഴി? വഴി എന്നത് തിരിച്ചറിവും അകലം പാലിക്കലുമാണ്. അതായത്, ഞാൻ എന്റെ ചിന്തകളിൽ നിന്ന് വേറിട്ട ആളാണ് എന്ന് മനസ്സിലാക്കുക. നോക്കൂ, ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ്, അവ വരും. പക്ഷേ നമ്മൾ എന്തിനാണ് അവയോട് ഒട്ടിനിൽക്കുന്നത്? കാരണം നമ്മൾ അവയെ സത്യമായി കണക്കാക്കുന്നു. നമ്മൾ അവയെ നമ്മുടെ സ്വത്വമായി മാറ്റുന്നു. ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ ഒരു പരാജയമാണ്. അവർ എന്നെ ഉപേക്ഷിച്ചാൽ എനിക്ക് സ്നേഹം ലഭിക്കാൻ അർഹതയില്ല. എനിക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ ബലഹീനനാണ്. പക്ഷേ സത്യമെന്തെന്നാൽ ചിന്തകൾ വെറും അതിഥികൾ മാത്രമാണ്. നിങ്ങളാണ് വീടിന്റെ ഉടമസ്ഥൻ. ഇനി നിങ്ങൾ ചോദിക്കും, ശരി, ഇതൊക്കെ മനസ്സിലായി, പക്ഷേ ഇതെങ്ങനെ ചെയ്യും? കേട്ടോളൂ. അടുത്ത തവണ നിങ്ങൾ അമിതചിന്തയിൽ കുടുങ്ങുമ്പോൾ, അല്ലെങ്കിൽ രാത്രി ഉറക്കം വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സ് വെറുതെ പഴയ കാര്യങ്ങളുടെ പെട്ടി തുറക്കുമ്പോൾ കുറച്ചു നിമിഷം കണ്ണടയ്ക്കുക. ഒരു ദീർഘശ്വാസമെടുക്കുക. എന്നിട്ട് സ്വയം പറയുക: ഇതൊരു ചിന്ത മാത്രമാണ്. ഇത് ഞാനല്ല. ഇത് കുറച്ചു നേരത്തേക്ക് മാത്രം വന്ന ഒരു മേഘമാണ്. അത് കടന്നുപോയിക്കോളും. നിക് ട്രെന്റൺ ഇതിനെ ബോധപൂർവമായ ചിന്താ ലേബലിംഗ് എന്ന് വിളിക്കുന്നു. അതായത്, ചിന്തയെ പിടികൂടുക, അതിന് പേരിടുക, എന്നിട്ട് അതിനെ പോകാൻ അനുവദിക്കുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നാൽ നമ്മളതിനെ തിരിച്ചറിയും, പക്ഷെ അതിൽ കയറില്ല. അത് പോകുന്നത് നോക്കി നിൽക്കും. അതുപോലെ ഇതുകൊണ്ട് ശരിക്കും മാറ്റമുണ്ടാകുമോ എന്നൊരു ചോദ്യം വരാം. അതെ, ഉണ്ടാകും. കാരണം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവയിൽ നിന്ന് വേറിട്ടു നിൽക്കാൻ തുടങ്ങും. ഈ തിരിച്ചറിവാണ് സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ്. നിങ്ങളുടെ മനസ്സ് ഒരു കുളമാണെന്ന് കരുതുക. എറിയുന്ന ഓരോ കല്ലിനും നിങ്ങൾ പ്രതികരിച്ചാൽ വെള്ളം ഒരിക്കലും ശാന്തമാകില്ല. പക്ഷെ നിങ്ങൾ വെറുതെയിരുന്ന ആ തിരയിളക്കങ്ങളെ നോക്കി നിന്നാൽ പതിയെ ആ വെള്ളം വീണ്ടും തെളിഞ്ഞതും ശാന്തവും ആഴമുള്ളതുമായി മാറും.
എല്ലാ കാര്യങ്ങളും കീറിമുറിച്ച് പരിശോധിക്കേണ്ടതില്ല. എല്ലാ വികാരങ്ങളെയും വിശകലനം ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ വെറുതെ അനുഭവിച്ച് നിശബ്ദനായി ഒരു ശ്വാസമെടുത്ത് മുന്നോട്ടു പോകുന്നതാണ് യഥാർത്ഥ വിവേകം. അമിതചിന്തയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഓരോ തവണയും ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്വയം പിടികൂടുകയും നിൽക്കൂ, ഇതൊരു ചിന്ത മാത്രമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിന്റെ അടിമയിൽ നിന്ന് മനസ്സിന്റെ യജമാനനാകാനുള്ള ദിശയിൽ ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുന്നു. ചിന്തകൾ വരുന്നത് തടയാനാകില്ല, പക്ഷേ നമ്മൾ അവയുമായി എത്രത്തോളം ബന്ധപ്പെടുന്നു എന്നത് നമ്മുടെ കയ്യിലാണെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. നമ്മൾ ബന്ധം വിടുമ്പോൾ ചങ്ങലയായിരുന്ന ആ ചിന്തകൾ പതിയെ കാറ്റായി മാറി ഒഴുകിപ്പോകും. ഇപ്പോൾ ഒരു ശ്വാസമെടുത്ത് പറയൂ, ഞാൻ എന്റെ ചിന്തകളേക്കാൾ വലുതാണ്, ഞാൻ അവയിൽ നിന്ന് വ്യത്യസ്തനാണ്, ഞാൻ സ്വതന്ത്രനാണ്. വിഷമയമായ ബന്ധങ്ങളും വൈകാരിക അടുപ്പവും വിട്ടുകളയാൻ പഠിച്ചില്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തും. സ്നേഹം സമാധാനം നൽകുന്നില്ലെങ്കിൽ അതൊരു ഉത്തരവാദിത്തമല്ല, അതൊരു ചങ്ങലയായി മാറുന്നു. നമ്മളെ വീണ്ടും വീണ്ടും തകർക്കുന്ന ആളുകളുമായി നമ്മൾ എന്തിനാണ് ചേർന്നു നിൽക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആത്മാഭിമാനത്തെ ചവിട്ടിമെതിക്കുന്ന ബന്ധങ്ങളെ നമ്മൾ എന്തിനാണ് വിട്ടുകളയാത്തത്? ഒരുപക്ഷേ നമ്മൾ ആ വ്യക്തിയുമായി മാത്രമല്ല, ആ വ്യക്തിയോടൊപ്പം നമ്മൾ മെനഞ്ഞെടുത്ത കഥയുമായും കൂടിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ദിവസം അവർ മാറും. ഇന്ന് നമ്മളെ വേദനിപ്പിക്കുന്നവർ നാളെ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയുമായി നമ്മൾ കാത്തിരിക്കുന്നു. പക്ഷേ ഇതാണ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചന. നിക് ട്രെൻഡൻ വളരെ കൃത്യമായ വാക്കുകളിൽ ഇത് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ പലപ്പോഴും ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ മടിക്കുന്നത് ആ ബന്ധത്തിൽ നമ്മൾ ജീവിച്ച മിഥ്യാധാരണകളെ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇതൊരു കഥയിലൂടെ മനസ്സിലാക്കാം. നേഹ വളരെ സാധാരണക്കാരിയായ, വികാരഭരിതയായ, വിശ്വസിക്കുന്ന, ഉള്ളുകൊണ്ട് വളരെ അടുപ്പമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് രോഹിത് എന്നു പേരുള്ള ഒരു കാമുകനുണ്ടായിരുന്നു. തുടക്കത്തിലെല്ലാം ഒരു അത്ഭുത കഥ പോലെയായിരുന്നു. സ്നേഹം, കരുതൽ, യാത്രകൾ, ചിരികൾ. പക്ഷേ പതിയെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. രോഹിത് നേഹയുടെ വസ്ത്രധാരണത്തെ വിമർശിക്കാനും സുഹൃത്തുക്കളെ കാണുന്നത് തടയാനും സോഷ്യൽ മീഡിയ നിരീക്ഷിക്കാനും ദേഷ്യത്തിൽ അവളെ താഴ്ത്തിക്കെട്ടാനും തുടങ്ങി. നേഹ ഭയന്നു, എങ്കിലും അവൾ ആ ബന്ധത്തിൽ തുടർന്നു. ഓരോ തവണയും രോഹിത് മാപ്പ് ചോദിക്കുമ്പോഴും കരയുമ്പോഴും ക്ഷമിക്കണം, ഞാൻ മാറിക്കോളാം എന്ന് പറയുമ്പോഴും നേഹ വിശ്വസിച്ചു. കാരണം അവൾ കരുതി, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ദേഷ്യത്തിൽ ചെയ്യുന്നതാണ്, അവൻ ഉള്ളിൽ നല്ലവനാണ്. പക്ഷേ വർഷങ്ങൾ കടന്നുപോയി. നേഹ അവിടെ തന്നെ തുടർന്നു. രോഹിത്തും മാറിയില്ല, ആ മാറ്റവും വന്നില്ല. നേഹ അർഹിച്ച ബഹുമാനവും കിട്ടിയില്ല. എന്തുകൊണ്ടാണ് നേഹ ഇത്രയും വർഷങ്ങൾ പാഴാക്കിയത്? കാരണം അവൾ ആ ബന്ധത്തേക്കാൾ ഉപരിയായി സ്വന്തം മനസ്സിൽ നെയ്തെടുത്ത ആ സ്വപ്നത്തെയാണ് സ്നേഹിച്ചത്. ഇതാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ ആ വ്യക്തിയെയല്ല, ആ പ്രതീക്ഷയെയാണ് വിട്ടുകളയാൻ മടിക്കുന്നത്. ആ ബന്ധത്തിൽ നമ്മൾ മുടക്കിയ നിക്ഷേപം വെറുതെയാകുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സമയവും വികാരങ്ങളും. ഇപ്പോൾ ഇത് വിട്ടുകളഞ്ഞാൽ നമ്മൾ ശൂന്യമായി പോകുമെന്ന് നമ്മൾ ഭയക്കുന്നു. പക്ഷേ സത്യമെന്തെന്നാൽ നമ്മൾ നേരത്തെ തന്നെ ശൂന്യമായി കഴിഞ്ഞിരിക്കുന്നു. അത് സമ്മതിക്കാൻ മടിക്കുന്നു എന്ന് മാത്രം. നിക് ട്രെൻഡൻ ഈ അവസ്ഥയെ വളരെ ആഴത്തിൽ വിശദീകരിക്കുന്നു. വിഷമയമായ ബന്ധങ്ങൾ നിങ്ങളെ തകർക്കുന്നത് അവ മോശമായതുകൊണ്ട് മാത്രമല്ല, അവയിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കുന്നത് നിർത്താൻ നിങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണ്. ഈ പ്രതീക്ഷകൾ ഒരു വലയായി മാറുന്നു. ആ വലയിൽ നിന്ന് പുറത്തുകടക്കാൻ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നത് ആ വ്യക്തിയെയാണോ അതോ ആ വ്യക്തിയോടൊപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്വപ്നങ്ങളെയാണോ എന്ന് സ്വയം ചോദിക്കണം. എന്നെ വേദനിപ്പിക്കുന്ന എല്ലാവരുമായുള്ള ബന്ധം ഞാനങ്ങ് മുറിച്ചുമാറ്റണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അല്ല, ഇതൊരു വാശിയല്ല, ഇതൊരു വിവേകമാണ്. എല്ലാ ബന്ധങ്ങളിലും പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ വ്യത്യാസം ഇതാണ്, ആ ബന്ധം നിങ്ങളെ വളർത്തുന്നുണ്ടോ അതോ തളർത്തുന്നുണ്ടോ? ഒരു വിഷമയമായ ബന്ധം എന്നത് ശാരീരികമായ ഉപദ്രവം മാത്രമല്ല. നിങ്ങളുടെ വികാരങ്ങളെ നിരന്തരം അവഗണിക്കുന്ന, സ്വന്തം വില തെളിയിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്ന, എല്ലാ കാര്യത്തിലും നിങ്ങളെ കുറ്റക്കാരനാക്കുന്ന മാപ്പ് പറയൽ ഒരു ശീലമായി മാറുന്ന ബന്ധങ്ങളും അതിൽപ്പെടും. നിങ്ങൾ ഓരോ ദിവസവും സ്വയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധത്തിലാണ് നിങ്ങളെങ്കിൽ ഒന്ന് നിന്നു സ്വയം പറയുക, സ്നേഹത്തിന്റെ പേരിൽ എന്നെ തന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇനി വിട്ടുകളയുന്നതിനെക്കുറിച്ച് പറയാം. ഒരാളെ ഉപേക്ഷിക്കുന്നത് ക്രൂരതയാണോ? നിക് ട്രെൻഡൻ വ്യക്തമായി പറയുന്നു, നമുക്ക് അനുയോജ്യമല്ലാത്ത ഒരാളെ വിട്ടുകളയുന്നത് ക്രൂരതയല്ല, അത് സ്വയം കരുതലാണ്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമാധാനം കവർന്നെടുക്കുന്ന ബന്ധം ഒരു ബന്ധമല്ല, അതൊരു വൈകാരിക തടവറയാണ്. ആരെങ്കിലും നിങ്ങളെക്കൊണ്ട് എപ്പോഴും കാര്യങ്ങൾ വിശദീകരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തീരുമാനങ്ങളെ സംശയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വളർച്ചയെ തടയുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളോടൊപ്പമല്ല, അവരുടെ ഈഗോയോടൊപ്പമാണ്. അവസാനമായി വിട്ടുകളയുന്നത് എപ്പോഴും ഏകാന്തതയല്ല കൊണ്ടുവരുന്നത്. ചിലപ്പോൾ അത് നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ എത്തിക്കുന്ന വഴിയാകും. നിങ്ങളുടെ യഥാർത്ഥ ബന്ധം മറ്റൊരാളോടല്ല, ആദ്യം സ്വന്തത്തോടാണ്. നമ്മളെ തളർത്തുന്ന ഭാരം എപ്പോഴും തലയിലല്ല, ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിനുള്ളിലാകും എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അത് ഇറക്കിവെക്കാനുള്ള ഒരേയൊരു വഴി സത്യത്തെ കാണുക, അംഗീകരിക്കുക, പതിയെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയുക എന്നതാണ്. നിങ്ങളെ ഉള്ളിൽ നിന്ന് തകർക്കുന്ന ആ ബന്ധത്തിന് നിങ്ങൾ ഉത്തരവാദിയല്ല, പക്ഷേ അതിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം. അങ്ങനെയൊരു ബന്ധം വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാണോ? സ്വയം കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ തയ്യാറാണോ?
ആണെങ്കിൽ വിശ്വസിക്കൂ, നിങ്ങൾ ആദ്യമായി മറ്റൊരാളെയല്ല, നിങ്ങളെത്തന്നെ സ്നേഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ല നിങ്ങൾ. ആ ചിന്തകളെ ശാന്തമായി നോക്കിക്കാണാൻ കഴിയുന്ന ആളാണ് നിങ്ങൾ. ഓരോ ചിന്തയും ഒരു അതിഥിയാണ്. കുറച്ചുനേരം നിൽക്കും, പിന്നെ പോകും. എന്നാൽ നിങ്ങളാകട്ടെ എപ്പോഴും അനങ്ങാതെ ശാന്തമായി നിൽക്കുന്ന ആ വീടാണ്. നമ്മൾ ദിവസം മുഴുവൻ നമ്മളോട് തന്നെ എത്രമാത്രം സംസാരിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സ് പറയും, ഇന്നും ഒന്നും നല്ലത് നടക്കില്ല. ജോലിയിൽ ചെറിയൊരു പിഴവ് പറ്റിയാൽ ഞാൻ എപ്പോഴും എല്ലാം നശിപ്പിക്കും. അടുത്തു നിൽക്കുന്ന ആളെ ആരെങ്കിലും അഭിനന്ദിച്ചാൽ എനിക്കെന്തുകൊണ്ട് അവനെപ്പോലെ ആകാൻ കഴിയുന്നില്ല. ഈ ശബ്ദം പുറത്തുനിന്നല്ല വരുന്നത്, നമ്മുടെ സ്വന്തം മനസ്സിന്റെ മുഴക്കമാണ്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, നമ്മളിത് കേൾക്കുക മാത്രമല്ല, ഇത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കൂ, നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു അപരിചിതൻ സ്വയം ഞാൻ ഒന്നിനും കൊള്ളില്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കെന്തു തോന്നും? ആ വ്യക്തി എത്ര തകർന്നിരിക്കുകയാണെന്നോർത്ത് നിങ്ങൾക്ക് സങ്കടം തോന്നും. പക്ഷേ ഒന്ന് നിന്ന് ചിന്തിക്കൂ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയല്ലേ സംസാരിക്കുന്നത്? വ്യത്യാസം ഇത്രമാത്രം, ആ അപരിചിതന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാം. നമ്മുടേത് മനസ്സിനുള്ളിൽ നിശബ്ദമായി മുഴങ്ങുന്നു. നമ്മളത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. ലേഖകൻ നിക് ട്രെൻഡൻ ഈ വിഷയത്തിൽ വളരെ ആഴമേറിയ ഒരു കാര്യം പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുന്ന ആളാണ് നിങ്ങൾ. ഇതൊരു വരിയല്ല, വലിയൊരു തിരിച്ചറിവാണ്. നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകൾ വരുന്നു. ചിലത് മധുരമുള്ളത്, ചിലത് കൈപ്പേറിയത്, ചിലത് പേടിപ്പെടുത്തുന്നത്. പക്ഷേ ഇവയെല്ലാം വെറും ചിന്തകളാണ്, യാഥാർത്ഥ്യമല്ല. ആകാശത്ത് മേഘങ്ങൾ വന്ന് കുറച്ചുനേരം കഴിഞ്ഞ് ഒഴുകിപ്പോകുന്നതുപോലെ നമ്മുടെ ചിന്തകളും വരുന്നു. നമ്മൾ അവയെ പിടിച്ചുവെച്ചില്ലെങ്കിൽ അവ പോകും. പക്ഷേ നമ്മൾ ആ ചിന്തകളെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത വരുമ്പോൾ നമ്മൾ ഉടനെ പറയും, അതെ ശരിയാണ്, ഞാൻ അങ്ങനെയാണല്ലോ. ഇവിടെയാണ് സ്വയമുള്ള ഒരു കള്ളയുദ്ധം തുടങ്ങുന്നത്. എന്നാൽ ഇതിനെ തകർക്കാനുള്ള വഴിയും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നിക് ട്രെൻഡൻ പറയുന്നു, നമ്മുടെ ചിന്തകളിൽ നിന്ന് അകലം പാലിക്കാൻ നമ്മൾ പഠിക്കണം. ഇതിനർത്ഥം ചിന്തകളെ അടിച്ചമർത്താനോ ഭയപ്പെടാനോ അല്ല, മറിച്ച് എന്റെ മനസ്സിൽ വരുന്നത് ഞാനല്ല, അതിനെ കാണുന്ന ആളാണ് ഞാൻ എന്ന് മനസ്സിലാക്കുകയാണ്. നിഷേധാത്മകമായ ഒരു ചിന്തയെ നമ്മളിൽ നിന്ന് വേറിട്ട് കാണുമ്പോൾ മാത്രമേ നമുക്കതിനെ ജയിക്കാൻ കഴിയൂ. ഇതൊരു കഥയിലൂടെ മനസ്സിലാക്കാം. രാഘവ് എന്നു പേരുള്ള ഒരു കുട്ടി. ഓരോ തവണ പുതിയ കാര്യം തുടങ്ങുമ്പോഴും നിന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്ത മനസ്സിൽ വരും. അവൻ പിന്മാറും. പുതിയ ബിസിനസ് തുടങ്ങാൻ പേടി, പെൺകുട്ടിയോട് സംസാരിക്കാൻ പേടി, ജിമ്മിൽ പോകാൻ പോലും മടി. കാരണം മനസ്സ് പറയും, നീ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്നാൽ ഒരു ദിവസം അവൻ ധ്യാനിക്കാൻ തുടങ്ങി. വെറുതെ ഇരുന്ന് മിണ്ടാതെ തന്റെ ചിന്തകളെ നിരീക്ഷിച്ചു. ഓരോ തവണയും അതേ ശബ്ദം, അതേ ഭയം, അതേ സംശയം ആവർത്തിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. ആദ്യമായി അവൻ ആ ചിന്തയെ പിടികൂടാതെ അതിനെ നോക്കി പറഞ്ഞു, നീ എന്റെ ഭയമാണെന്ന് എനിക്കറിയാം, പക്ഷേ നിനക്ക് ഇനി എന്നെ തടയാനാകില്ല, കാരണം ഞാൻ നിന്നേക്കാൾ വലുതാണ്. അതായിരുന്നു അവന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ചിന്തകളിൽ നിന്ന് അകലം പാലിക്കുക, അവയെ തിരിച്ചറിയുക, പക്ഷേ അവയോട് ഒട്ടിനിൽക്കാതിരിക്കുക എന്നത് ഒരു പരിശീലനമാണ്. മോശമായ ചിന്ത വരുമ്പോൾ സ്വയം പറയുക, നീ എന്റെ മനസ്സിലുണ്ടാകാം, പക്ഷേ നീ എന്നേക്കാൾ വലുതല്ല. ഈയൊരു വാചകത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ചിന്തിക്കൂ, മനസ്സിൽ വരുന്ന ചിന്തകൾ എവിടെ നിന്നോ പഠിച്ചതാണ്. കുട്ടിക്കാലത്തെ കാര്യങ്ങൾ, സമൂഹത്തിന്റെ ഭയം, മറ്റുള്ളവരുടെ അഭിപ്രായം. ഇവയെ ജീവിതകാലം മുഴുവൻ ചുമക്കണോ? അതോ ആ ചിന്തകളെ ഒരു സിനിമ പോലെ കണ്ട് വേണ്ടപ്പോൾ റിമോട്ട് കൊണ്ട് ചാനൽ മാറ്റുന്ന ആളാകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. വിട്ടുകളയുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്. മോശം ചിന്തകളെ മുറുകെ പിടിക്കുന്നത് നിർത്തുക, അവ സത്യമാണെന്ന് കരുതുന്നത് ഉപേക്ഷിക്കുക, എല്ലാ കാര്യത്തിനും സ്വന്തം അർത്ഥം കണ്ടെത്തുന്നത് നിർത്തുക. നിങ്ങളുടെ മനസ്സ് ഒരു മൈതാനമാണ്, ചിന്തകൾ അതിലെ കളിക്കാരാണ്. എന്നാൽ യഥാർത്ഥ നിങ്ങൾ ഗാലറിയിലിരുന്ന് ഇതെല്ലാം കാണുന്ന കാണിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിനക്ക് മാറാൻ കഴിയില്ല എന്ന് മനസ്സ് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, ഇതൊരു മേഘം മാത്രമാണ്. ഞാൻ ഈ മേഘത്തിനു മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന നീലാകാശമാണ്. ഇതാണ് ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. ചിന്തകളെ തടയുകയല്ല, ചിന്തകളുടെ പിന്നാലെ ഓടുന്നത് നിർത്തുകയാണ് സമാധാനം ലഭിക്കാൻ വേണ്ടതെന്ന് നിക് ട്രെൻഡൻ പഠിപ്പിക്കുന്നു. ഓരോ മോശം ചിന്തയിലും ആടിയുലയുന്ന ആളാകണോ, അതോ ചിന്തകളെ നോക്കിക്കണ്ട് പുഞ്ചിരിച്ച് സമാധാനത്തോടെ മുന്നോട്ടു പോകുന്ന ആളാകണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ ഈ ആന്തരിക നാടകത്തിന്റെ സാക്ഷിയാണ്. ശാന്തൻ, സ്ഥിരതയുള്ളവൻ, പൂർണ്ണ സ്വതന്ത്രൻ. നടക്കുമ്പോൾ സ്വയം പറയുക, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, കാരണം എന്റെ മനസ്സിൽ വരുന്നത് ഞാനല്ല, അതിനെ സ്നേഹത്തോടെ പോകാൻ അനുവദിക്കുന്ന ആളാണ് ഞാൻ. നിയന്ത്രണം വിടലാണ് യഥാർത്ഥ ശക്തി. നിയന്ത്രണം വിടുക എന്നതാണ് യഥാർത്ഥ ശക്തി. കാര്യങ്ങളെ നിർബന്ധപൂർവം നമ്മുടെ ഇഷ്ടത്തിന് നടത്താനുള്ള ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് ഉള്ളിൽ യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെ പിടിച്ചുവെക്കുമ്പോൾ വേദന കൂടുന്നു, വിട്ടുകളയുമ്പോൾ സമാധാനം ലഭിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു കാര്യത്തെ വല്ലാതെ മുറുകെ പിടിച്ചിട്ടുണ്ടോ? എത്രത്തോളം നിങ്ങൾ അതിനെ പിടിക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങളെ തളർത്തുന്നതായി തോന്നിയിട്ടുണ്ടോ? തളർന്ന മനസ്സ്, ഭാരമുള്ള ഹൃദയം, എപ്പോഴും എല്ലാം എന്റെ ഇഷ്ടത്തിന് നടക്കണം എന്ന ചിന്ത, ഇത് വലിയൊരു ഭാരമാണ്. നമ്മൾ മനുഷ്യരാണ്. കാര്യങ്ങളെ മുറുകെ പിടിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് നമ്മൾ കരുതുന്നു.
എല്ലാ സാഹചര്യത്തെയും വ്യക്തിയെയും ഭാവിയെയും നമ്മൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ശരിക്കും നടക്കുമോ? പലപ്പോഴും ജീവിതത്തിൽ വിട്ടുകളയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. ഒരു കർഷകന്റെ കഥ നിക്ക് ട്രെൻഡൻ പറയുന്നുണ്ട്. വർഷങ്ങളായി അവൻ കഷ്ടപ്പെടുന്നു. നിലം ഉഴുത്, വിത്തിറക്കി, മഴ കാത്തിരുന്നു. പക്ഷേ ഓരോ തവണയും കാലാവസ്ഥ ചതിച്ചു. ചിലപ്പോൾ മഴ കൂടി, ചിലപ്പോൾ തീരെയില്ല, ചിലപ്പോൾ കീടങ്ങൾ. വിളവ് എപ്പോഴും മോശമായി. കർഷകൻ തകർന്നു തുടങ്ങി. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് ശരിയാകാത്തത്? അവൻ കൂടുതൽ കഷ്ടപ്പെട്ടു, രാപ്പകൽ കാവൽ നിന്നു. പക്ഷേ അത്തവണയും കൃഷി നാശമായി. ഒടുവിൽ ഒരു ദിവസം അവൻ തളർന്ന് നിലത്തിരുന്നു. മണ്ണിനെ നോക്കി അവൻ പതിയെ പറഞ്ഞു, ഇനി നിന്റെ ഊഴമാണ്. എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു. അവൻ വിത്തെറിഞ്ഞു, മണ്ണിനെ വണങ്ങി, മിണ്ടാതെ വീട്ടിലേക്ക് പോയി. ഇത്തവണ അവൻ വയലിനെക്കുറിച്ച് ആകുലപ്പെട്ടില്ല. ആ വർഷം അവന് ഏറ്റവും നല്ല വിളവ് ലഭിച്ചു. അവൻ വിട്ടുകളഞ്ഞപ്പോഴാണ് അവന് ലഭിച്ചത്. ഈ കഥ ഒരു വയലിൻ്റേതു മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ കൂടിയാണ്. നമ്മളും ജീവിതത്തിൽ പലതിനെയും മുറുകെ പിടിക്കുന്നു. പഴയതുപോലെയല്ലാത്തൊരു ബന്ധം, തകർന്ന ഒരു സ്വപ്നം, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞതാകണമെന്ന വാശി. കൂടുതൽ സമ്മർദ്ദം കൊടുത്താൽ കാര്യം നടക്കുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ മണൽത്തരികൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുംതോറും അത് വേഗത്തിൽ ചോർന്നുപോകും. നിക്ക് ട്രെൻഡൻ എഴുതുന്നു, നമ്മൾ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതും നമ്മൾ അവയെ പോകാൻ അനുവദിക്കുമ്പോൾ. ഇതിനർത്ഥം തോൽവി സമ്മതിക്കുക എന്നല്ല, വിട്ടുകളയുക എന്നാൽ ഇടം നൽകുക എന്നാണ്. ചെയ്യാനുള്ളത് ചെയ്തു എന്ന് വിശ്വസിക്കുക. കാര്യങ്ങളെ അതിൻ്റേതായ സമയത്ത് വളരാനും വികസിക്കാനും അനുവദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെയും സംഭവങ്ങളെയും നമ്മൾ മുറുകെ പിടിച്ചിരിക്കും. ചിലപ്പോൾ അത് ഭൂതകാലമായിരിക്കും, ചിലപ്പോൾ പ്രതീക്ഷയാകും, ചിലപ്പോൾ മനുഷ്യരാകും. പക്ഷേ അതിന്റെ ഭാരം നമ്മൾ മാത്രമാണ് അനുഭവിക്കുന്നത്. നിർബന്ധപൂർവം ഒരു ഫലമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെത്തന്നെ നഷ്ടപ്പെടുത്തുന്നു. വിട്ടുകളയുക എന്നാൽ നമ്മളെത്തന്നെ തിരികെ നേടുക എന്നാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു കാര്യമോ വ്യക്തിയെയോ വിട്ടുകളഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം തോന്നിയിട്ടുണ്ടോ? വിട്ടുകളഞ്ഞാൽ നമ്മൾ തോറ്റുപോയി എന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ നിക്ക് ട്രെൻഡൻ പറയുന്നു, വിട്ടുകളയുക എന്നത് പരാജയമല്ല, വൈകാരിക സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷമാണത്. ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വികാരങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്തു ചെയ്തിട്ടും കാര്യമില്ലെങ്കിൽ ഇനിയും സ്വയം വലിച്ചിഴക്കണോ? അതോ ആ കർഷകനെപ്പോലെ സ്വന്തം ഭാഗം ഭംഗിയായി ചെയ്ത് ബാക്കി വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കണോ? വിട്ടുകളയുക എന്നത് ഒരു കലയാണ്. അത് പഠിച്ചാൽ ജീവിതം ഭാരം കുറഞ്ഞതും ശാന്തവുമാകും. നമുക്ക് വേണ്ട നിയന്ത്രണം സത്യത്തിൽ നമ്മളെയാണ് നിയന്ത്രിക്കുന്നത്. ബന്ധങ്ങൾ, ജോലി, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എല്ലാം നമ്മുടെ കണക്കുകൂട്ടലിൽ നടക്കണം. പക്ഷേ എല്ലാം നമുക്ക് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ, എല്ലാം നിയന്ത്രണത്തിലാണെങ്കിൽ പിന്നെ വിശ്വാസം എന്നൊന്നുണ്ടോ? നമ്മുടെ പിടിയുടെ അപ്പുറത്തുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസത്തിന്റെ പേരാണ് സമാധാനം. ജീവിതത്തെ നമ്മുടെ വഴിയെ കൊണ്ടുപോകാൻ എപ്പോഴും കഴിയില്ല. ജീവിതത്തോടൊപ്പം ഒഴുകുക, അതിനെ അനുഭവിക്കുക, വരുന്നതിനെ സ്വീകരിക്കുക, ഇതാണ് യഥാർത്ഥ കല. അപ്പോൾ കാര്യം നിങ്ങൾ എന്തിനെ പിടിച്ചു നിൽക്കുന്നു എന്നതല്ല, എന്തിനെ വിട്ടുകളയാൻ തയ്യാറാണ് എന്നതാണ്. പഴയ പരാതികളാണോ? എല്ലാം തികയണമെന്ന വാശിയാണോ? അതോ ഉറക്കം കെടുത്തുന്ന ഭയമാണോ? വിട്ടുകളയൂ. കാരണം നിങ്ങൾ വിട്ടുകളയുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെത്തന്നെ മുറുകെ പിടിക്കുന്നത്. ഇതൊരു പ്രക്രിയയാണ്. ഓരോ ദിവസവും സ്വയം ക്ഷമിക്കുക, ജീവിതത്തെ സ്വീകരിക്കുക, പതിയെ സ്വതന്ത്രമാവുക. പിടിച്ചുവെക്കുന്നതിന് പകരം ഒഴുകാൻ പഠിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ ഭംഗി തെളിയുന്നത്. ഇതാണ് ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ പാഠം. ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ എന്താണ് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നത്? ആ അപൂർണമായ ബന്ധമാണോ? വർഷങ്ങളായി മനസ്സിലുള്ള ആ തെറ്റാണോ? നീ യോഗ്യനല്ല എന്ന് പറയുന്ന ശബ്ദമാണോ? തളർന്നുപോയ സ്വപ്നമാണോ? അതോ കൂടെ നടക്കുന്ന ഭയമാണോ? വിട്ടുകളയുക എന്നത് ദൗർബല്യമല്ല, അതൊരു ഉള്ളിലെ ശക്തിയാണ്. ജീവിതത്തെ പിടിച്ചുവെക്കുന്നതിന് പകരം അനുഭവിക്കാൻ നിങ്ങൾ പഠിച്ചു എന്ന് അത് തെളിയിക്കുന്നു. നമ്മൾ പിടിച്ചുവെച്ചിരിക്കുന്നത് നമ്മളെ രക്ഷിക്കുകയല്ല, ഉള്ളിൽ നിന്ന് തകർക്കുകയാണ് എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അത് വിടുമ്പോൾ നമ്മൾ നമ്മളെത്തന്നെ വീണ്ടെടുക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഒരു മൃദുവായ എന്നാൽ ശക്തമായ ഭാഗമുണ്ട്. നമ്മൾ എപ്പോഴാണ് ഈ ഭാരങ്ങൾ ഇറക്കിവെക്കുക എന്ന് അത് കാത്തിരിക്കുന്നു. ഞാൻ തകർന്നുപോയി എന്ന് പറയുന്നതിനു പകരം ഞാൻ വീണ്ടും ചേരാൻ തയ്യാറാണ് എന്ന് പറയാൻ അത് കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങളെ അവസാനം നഷ്ടപ്പെടുത്തിയത്, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. സമാധാനത്തോടെ, പതിയെ, ബഹളങ്ങളില്ലാതെ ഒരു ചെറിയ ശ്വാസമെടുത്ത് ഉള്ളിൽ പറയുക, ഇനി മതി, ഞാൻ എന്നെ സ്വതന്ത്രനാക്കുന്നു. ഇനി ഒന്നും പിടിച്ചുവെക്കേണ്ടതില്ല. നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിന്റെ ആ തിരമാലയിൽ ഒഴുകിയാൽ മതി. നിങ്ങളിപ്പോൾ സ്വതന്ത്രനാണ്. മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് സ്വയം നൽകാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളുടെ സമാധാനത്തിന്റെ കാവൽക്കാരൻ നിങ്ങളാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റാൻ കഴിയുന്ന ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ എന്ന പുസ്തകത്തിലേക്കുള്ള ഒരു ചെറിയ വാതിൽ. ഇതൊരു പുസ്തകം മാത്രമല്ല, ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു നിശബ്ദ വിപ്ലവമാണ്. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശക്തനാകും. മുഖം മൂടിയില്ലാതെ, ഭയമില്ലാതെ, കുറ്റബോധമില്ലാതെ നിങ്ങളെത്തന്നെ വീണ്ടും കണ്ടുമുട്ടാൻ ഇത് സഹായിക്കും. എന്റെ ആത്മാർത്ഥമായ ഉപദേശം, ഈ പുസ്തകം നിങ്ങൾ സ്വയം വായിക്കുക. ശാന്തമായ ഒരിടത്തിരുന്ന് സ്വന്തം ഹൃദയം മറിച്ചു നോക്കുന്നത് പോലെ ഓരോ പേജും വായിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. നിക്ക് ട്രെൻഡൻ എഴുതിയ
ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ തീർച്ചയായും വായിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ തുടക്കം കാത്തിരിക്കുന്നു. നിങ്ങൾ അതിന് അർഹനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഇത്തരം പുസ്തകങ്ങളുടെ സംഗ്രഹം ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ഇപ്പോൾ സ്വതന്ത്രനാണ്. തിങ്ക് ഐക്യുവിനെ പിന്തുണയ്ക്കുന്നതിന് നന്ദി. വീഡിയോ അവസാനം വരെ കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്വന്തം കാര്യം ശ്രദ്ധിക്കുക, മുന്നോട്ടു പോകൂ. നമ്മളെല്ലാവരും ഒരേ യാത്രയിലാണ്.